ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം വെക്കേഷനായിട്ട് ചെന്നൈയിൽ നിന്ന് കേരളത്തിലോട്ട് ഞാൻ വന്നേക്കാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് വയനാടുക്കായിരുന്നു. 2 ദിവസത്തെ പ്ലാനായിരുന്നു. അങ്ങനെ നേരെ വയനാടേക്കുള്ളൊരു വില്ലയൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ യാത്ര തിരിച്ച് വയനാട് ചുരമൊക്കെ കയറി നമ്മൾ നേരെ വന്നത് പൂക്കോട് ലേക്കിലേക്കായിരുന്നു. പൂക്കോട് ലേക്കിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്ക് വന്നാൽ എൻജോയ് ചെയ്യാനായിട്ട് പാർക്ക്, അതുപോലെ തന്നെ നിറയെയധികം ഉപ്പിലിട്ട മാങ്ങ, മധുര നെല്ലിക്ക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കഴിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലേക്കിന് ചുറ്റും നടക്കാനായിട്ട് കുറേ ഇടമുണ്ട്. നല്ല കാറ്റും തണുത്ത കാറ്റും ഒക്കെ കൊണ്ട് നമുക്കിങ്ങനെ വർത്താനം പറഞ്ഞ് ചില്ല് ചെയ്ത് നടക്കാൻ പറ്റിയൊരു ലേക്കാണ് പൂക്കോട് ലേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോട്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നേരെ പൂക്കോട് ലേക്കിൽ വന്ന് കുറേ അധികം വീഡിയോസ് എടുത്ത്, കുറേ ഫോട്ടോസ് എടുത്ത്, കുറേ വർത്താനം പറഞ്ഞ് നടക്കുകയാണ് ചെയ്തത്. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിറയെ കുരങ്ങച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു. കുരങ്ങച്ചന്മാർ അമ്മയുടെ ഷാളൊക്കെ പിടിച്ച് വലിച്ചൊരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ഈ ഒരു ലേക്കിൻ്റെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ നിറയെ താമരയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല ബ്ലൂ കളറിൽ. അതൊക്കെ കണ്ട്, താമരയാണോ ആമ്പലാണോ എനിക്കൊരു ഡൗട്ടുണ്ട്. എനിവേസ് അതൊക്കെ ഞങ്ങൾ കണ്ട് നേരെ ആ ലേക്കിന് ചുറ്റും കുറേ അധികം നടക്കാനുണ്ട്. അത് നടന്ന് അപ്പോൾ പോണ വഴിയിൽ ഞങ്ങൾക്ക് ഒരു അപ്പൂപ്പൻ താടി കിട്ടി. അപ്പൂപ്പൻ താടി കഴിഞ്ഞാൽ എടുത്ത് പറത്താത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അതുപോലെ തന്നെയാണ്. അപ്പൂപ്പൻ താടി കണ്ടു, ഒരാഗ്രഹം വിചാരിച്ചു, ഞങ്ങൾ നേരെ അത് പറത്തിയിട്ടു. പിന്നെ ഈ ചേട്ടനൊക്കെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പൂക്കോടിലേക്ക് എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമായിട്ടുണ്ടായിരുന്നു. 12 മണിക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, അതൊരു വില്ലയാണ്. വില്ല ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കായിട്ടൊരു വില്ല, അതായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് ദൂരം ഓഫ് റോഡ് പോകണമായിരുന്നു. വൈത്തിരി ആ ഒരു ഏരിയയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റിസോർട്ട് എന്ന് പറയണത്. വില്ല. അങ്ങനെ ഞങ്ങളുടെ വില്ലയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു പഴയ ഒരു വീട് അവർ റിനോവേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെയുള്ളൊരു സ്റ്റേ എന്ന് പറയണത്. നമുക്കൊരു ഹോംലി ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു ചേട്ടൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇൻഫിനിറ്റി പൂളുണ്ട്, അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്യാരംസ്, അങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റേ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 നൈറ്റാണ് നമ്മൾ സ്റ്റേ ഉണ്ടായിരുന്നത്. ഇന്ന് 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്തു. നാളെ 12 മണിക്കുള്ളിൽ നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണ്. ഇപ്പം ചെന്ന ഉടനെ ഞങ്ങൾ ക്യാരം കളിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാരം കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബാണാസുര സാഗർ ഡാമിലേക്കാണ് പോയിരുന്നത്. ഈ ബാണാസുര സാഗർ ഡാം മീൻസ് ഏഷ്യയിലെ തന്നെ 2nd ലാർജസ്റ്റ് ഡാമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡാം തന്നെയാണ് ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഇടമായിരുന്നു. അവിടെ ഡാം മാത്രമല്ല, അവർ കുറേ ആക്ടിവിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോട്ടിങ്, അതുപോലെ തന്നെ സിപ്പ് ലൈൻ, പിന്നെ എന്തായിരുന്നു കയാക്കിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ഊഞ്ഞാൽ, കുട്ടികൾക്ക് കുറേ നേരം എൻജോയ് ചെയ്യാം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇടമാണ് കേട്ടോ ബാണാസുര സാഗർ ഡാം. ഡാമിൻ്റെ മുകൾ ഭാഗത്തോട്ട് പോകണമെങ്കിൽ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നുകിൽ നമുക്ക് വാനിന് പോവാം, അല്ലെങ്കിൽ നടന്ന് പോവാം. അപ്പം നടന്ന് പോകണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നടന്ന് പോവാൻ. അത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കണം. വാനിൽ പോകണമെങ്കിൽ ഈസി ആയിട്ട് വാൻ അവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഞങ്ങൾ പോയ ടൈം എന്ന് പറയുന്നത് നല്ല ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു ടൈമായിരുന്നു. ഒരു 2 മണി ആ ഒരു സമയത്താണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല വെയിലത്താണ് പോയിരുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അടിപൊളിയായിട്ട് കയറി അതൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ മുകളിൽ എത്തുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത് അസാധ്യ വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. അത് നിങ്ങൾ എന്തായാലും പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഫോട്ടോസൊക്കെ കിഡു ഫോട്ടോസായിരുന്നു. ഈ മൗണ്ടെയിൻസ് ആയാലും ലേക്ക് ആയാലും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.
പിന്നെ 9 to 6 ആണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയണത്. അപ്പം ബോട്ടിങ്ങൊക്കെ ഇഷ്ടമുള്ളവർ ഒരു 5 മണിക്ക് മുന്നേ തന്നെ ബോട്ടിങ് ബുക്ക് ചെയ്ത് കയറണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോട്ടിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളിത്തിരി അവിടേക്ക് എത്താനായിട്ട് ഡിലേ ആയതുകൊണ്ട് ബോട്ടിങ് ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. ബോട്ടിങ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ബോട്ടിങ് ഇഷ്ടമുള്ളവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്യാം. ബോട്ടിങ് മാത്രമല്ല, കയാക്കിങ്, സിപ്പ് ലൈന്, അങ്ങനെ നിറയെ ആക്ടിവിറ്റീസ് നമുക്ക് ബാണാസുര സാഗർ ഡാമിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും കിട്ടുന്നതായിരിക്കും. ഞാനപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. കാരണം നല്ല ഭംഗിയുള്ളൊരു ഏരിയ, നല്ല കാറ്റ്, നല്ല വെളിച്ചം എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് എൻജോയ് ചെയ്ത് ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത്. കാരണം ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെ ഒരു 10-20 ഊഞ്ഞാലെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും എല്ലാവർക്കും ഉള്ളതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അപ്പം ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ബാണാസുര സാഗർ ഡാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. കാരണം വളരെ നല്ലൊരു പ്ലേസാണ്. എസ്പെഷ്യലി കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഇടമായിരിക്കും. ഫാമിലിക്ക് വരാൻ പറ്റിയൊരു അടിപൊളി ഏരിയ ആണ് കേട്ടോ. അതുമാത്രമല്ല, നമുക്ക് നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ മന്ത് വന്നാൽ കുറച്ചും കൂടിയും ചൂട് കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ വെക്കേഷൻ ടൈമിൽ വന്ന കാരണം ഇത്തിരി മെയിൽ ചൂട് ഉണ്ടായിരുന്നു. എങ്കിലും നിങ്ങളെപ്പോഴും വൺസ് ലൈഫിലൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഇടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻട്രി ഫീസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബോട്ടിങ്ങിനും പിന്നെ കയാക്കിങ്ങിനും സിപ്പ് ലൈനും എല്ലാം സെപ്പറേറ്റ് നമ്മൾ എമൗണ്ട് പേ ചെയ്യണം. അപ്പം എനിക്ക് തോന്നുന്നു എൻട്രി ഫീസ് 40 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങണേക്കാളും മുന്നേ. കാരണം നല്ല ചൂടുണ്ടായിരുന്നല്ലോ. അതുമാത്രമല്ല, ഞങ്ങളവിടെ വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരിക്കും ചെയ്തു. നല്ല കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു മഴക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് പോകുന്നതില്ലെങ്കിൽ അവിടെ പോരില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഞങ്ങളുടെ വില്ലേക്ക് പോകാനായിട്ട്. കാരണം വില്ലേജ് ഞങ്ങൾ വൈകിട്ട് ബാർബിക്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് സെറ്റാക്കണമെന്ന് കുറച്ചുകൂടി നേരത്തെ പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് അവന് ഇഷ്ടപ്പെട്ട കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മരത്തിൽ തൂങ്ങിക്കിടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഹസ്ബൻഡ് ഇത് മരത്തുമ്പോൾ കയറി തലകുത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങനത്തെ കുറേ ഞങ്ങളുടെ ഓൺ ടൈമായിരുന്നു, ഓൺ സ്പേസ് ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്ത് നേരെ അഖിൽ ചേട്ടനെ വിളിച്ച് ഞങ്ങൾ ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ചേട്ടൻ ബാർബിക്യൂ സെറ്റ് ചെയ്യാനുള്ള പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പൂളിലോട്ട് ചാടി. എല്ലാവരും പൂളിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. പൂളിൽ കഴിഞ്ഞിട്ട് നേരെ ഫയർ ഡാൻസ് ആയിരുന്നു. ഫയറിൽ ഓൾമോസ്റ്റ് ഞങ്ങളൊരു 1 ഹവറിന് മേലെ, 1 ഹവർ അല്ലാന്ന് തോന്നുന്നു, ഒരു 3 hours എങ്കിലും കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്തൊരിടമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അപ്പയും ചേട്ടനും ഹസ്ബൻഡും അമ്മയൊക്കെ കൂടി ഫയർ ഡാൻസ്, അതും അപ്പനും ചേട്ടനും ഞാനൊന്നും വിട്ടുകൊടുക്കാണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും പഴയൊരു വൈബിലോട്ട് എത്തിയൊരു ടൈമായിരുന്നു. അതുമാത്രമല്ല, നമുക്ക് പേഴ്സണലായിട്ട് സ്പേസ് കിട്ടുന്ന ഒരു ഇടമാണല്ലോ. കാരണം ഇത്രയും വലിയൊരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു വില്ല. അപ്പം നമുക്ക് മാത്രമായിട്ട് ഡാൻസ് കളിച്ച് പാട്ട് പാടി പോവാം. ലാസ്റ്റ് ഞാനും അപ്പനും കൂടി ഞങ്ങളുടെ പഴയ വൈബിലോട്ട് തിരിച്ചു വന്ന സമയമായിരുന്നു. ഞാനിപ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇതുപോലെ അപ്പൻ്റെ കൂടെ വൈബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫയർ ഡാൻസും കഴിഞ്ഞ് ഒരു 11 മണി 12 മണിയോട് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.